നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് മെയിലിലൂടെ. നിങ്ങളുടെ ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മെയിലിലൊന്ന് അയച്ചു ചോദിക്കുക. അദ്ദേഹത്തിന്റെ സംശയം എന്ന് പറയുന്നത് എന്താണ് ക്ലിറ്റോറിസ് എന്നുള്ളതിനെ കുറിച്ചാണ്. അദ്ദേഹം വിവാഹം കഴിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് സ്ത്രീ ശരീരത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പുള്ളിക്കൊരു ധാരണ വേണം. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ചോദ്യം ചോദിച്ചത് എന്നാണ് അദ്ദേഹം മെയിലിൽ അയച്ചിരിക്കുന്നത്. കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് ഇതേക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയോട് ഇയാള് ഈ ക്ലിറ്റോറിസിനെ കുറിച്ചൊക്കെ ചോദിച്ചു, അതിന്റെ വലിപ്പത്തെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വലിയ വലിപ്പമില്ലാത്ത ക്ലിറ്റോറിസ് ആണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്താണ് അങ്ങനെ എന്നാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം. വലിയ വലിപ്പം ഇല്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്ലിറ്റോറിസിനെ കുറിച്ചും അതിന്റെ ധർമ്മം എന്താണ് എന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. എന്താണ് ക്ലിറ്റോറിസ്? നമ്മൾ ഈ പറയാൻ പോകുന്ന ക്ലിറ്റോറിസിന് പല പേരുകളാണ് മലയാളത്തിലുള്ളത് കേട്ടോ. ഒന്ന് ക്രിസരി, രണ്ടാമത് കന്ത്, മൂന്നാമത് നാക്ക് പഠിക്കേണ്ട ഒരു പേരാണ് ഭഗശിസ്നീക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ പേരങ്ങ് മാറ്റി വെക്കാം. ക്രിസരി, കന്ത് അല്ലെങ്കിൽ ക്ലിറ്റോറിസ്, ഈ മൂന്ന് വേർഡുകൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതൊക്കെ ഒരുപാട് പേർക്ക് ഇതേക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹം കാണും. യോനി നാളത്തിന് മുകളിൽ കാണുന്ന പൂർണ്ണ പരിണാമം പ്രാപിക്കാത്ത പുരുഷലിംഗത്തിന്റെ ഘടനയുള്ള ചെറിയൊരു അവയവം എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം. അതുകൊണ്ട് ഇതിന് വേറൊരു പേരും കൂടെ നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ രീതിയിൽ പ്രചാരത്തിലുണ്ട്. അതായത് യോനി ലിംഗം എന്നും പറയപ്പെടുന്നു. ലൈംഗിക ആസ്വാദനമാണ് ഈ ഒരു ക്ലിറ്റോറിസിന്റെ അല്ലെങ്കിൽ കന്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. വളർച്ചയുടെ ഘട്ടങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ ആണ് ഇതിന്റെ വലിപ്പം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളിൽ പല വലുപ്പത്തിലും രൂപത്തിലും ഇതുണ്ടാകാം. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആളുടെ പ്രധാനപ്പെട്ട സംശയമാണ് എന്തുകൊണ്ടാണ് തൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് അത്ര വലിപ്പമില്ലാത്ത ക്ലിറ്റോറിസ് വന്നത് എന്നുള്ളത്. ഈ ക്ലിറ്റോറിസിന്റെ ഭൂരിഭാഗവും ശരീരത്തിന്റെ ഉള്ളിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആയതിനാൽ മുകൾ ഭാഗം മാത്രമായിരിക്കും പുറത്തേക്ക് കാണുന്നത്. ഇനി ഇത് അറിയാത്ത സ്ത്രീകളൊക്കെ കാരണം ചില കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ യോനിയുടെ മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്, പുറം ഭാഗത്തേക്ക്, അകത്തല്ല കേട്ടോ. അത് ജി സ്പോട്ടാണ് അകത്തുള്ള ഭാഗം എന്ന് പറയുന്നത്, അത് ഉള്ളിലാണ്. ഇത് പുറത്ത് കാണുന്നത് ആണ് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് ഭാഗം മാത്രമേ പുറത്തേക്കുള്ളൂ. ഒരുപാട് അകത്തേക്ക് നീളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശരീരത്തിന്റെ ഉള്ളിലേക്കാണ് അതിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്നത്. പുരുഷലിംഗത്തിലേതുപോലെ തന്നെ സംവേദനക്ഷമതയുള്ള ഞരമ്പുകൾ അധികമായതിനാൽ കൂടുതൽ സുഖാനുഭൂതി ലഭിക്കുന്ന ഭാഗമാണ് ഇത്. സ്ത്രീകൾ അത് സ്വയം ഉത്തേജിപ്പിക്കുമ്പോൾ, സ്വയം ഭോഗം ചെയ്യുമ്പോഴൊക്കെ ക്ലിറ്റോറിസിനെയാണ് കൂടുതലായിട്ടും ഉത്തേജിപ്പിക്കുന്നത്. ഏതാണ്ട് 8000-ഓളം നാഡീ ഞരമ്പുകളുടെ സംഗമ സ്ഥാനമാണ് ഭഗശിസ്നീക എന്ന് പറയുന്ന ഈ കന്ത്. ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന വേളയിൽ പുരുഷലിംഗത്തിന് ഉത്താരണം ഉണ്ടാകുന്നത് പോലെ തന്നെ ഉറപ്പും കാഠിന്യവും ക്രിസരിക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിന്റെ കുറച്ചു ഭാഗം മാത്രമേ പുറത്തോട്ട് കാണാറുള്ളത് കൊണ്ട് നമുക്ക് അത് കൂടുതൽ അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രം. ഇതിന് ക്രിസരി ഉദ്ധാരണം എന്ന് പറയുന്നു. ഈ സമയത്ത് ക്രിസരിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നു. അതായത് പുരുഷന് സംഭവിക്കുന്നത് പോലെ തന്നെ ഈ ഭാഗത്തിൽ ലഭിക്കുന്ന മൃദുവായ പരിലാളനം സ്ത്രീയെ വേഗത്തിൽ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട്. രതിമൂർച്ച ഉണ്ടാകുന്ന വേളയിൽ ക്രിസരി ഉള്ളിലേക്ക് വലിയുന്നു. പല സ്ത്രീകൾക്കും ലൈംഗിക ഉത്തേജനം, യോനിയിൽ നനവ് എന്നിവയുണ്ടാകുവാൻ ഈ ക്രിസരിയിലെ സ്പർശനം ആവശ്യമായി വരാറുണ്ട്. അതിനാൽ സ്വയംഭോഗം ചെയ്യുമ്പോഴും അതുപോലെ ലൈംഗിക പൂർവ്വലീലകൾ ചെയ്യുമ്പോഴും ഈ ഒരു ക്രിസരിയെ ഉത്തേജിപ്പിക്കുന്നത് സ്ത്രീക്ക് നല്ല ഉണർവുണ്ടാക്കുന്നു. സ്ത്രീയുടെ സ്വയംഭോഗവും ഈ ഒരു അവയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇനി ഈ ക്രിസരി പൂർണ്ണമായോ ഭാഗികമായോ നീക്കം ചെയ്യുന്ന ഒരു സമ്പ്രദായം ചില മതങ്ങളിലുണ്ട്. അത് പെൺ ചേലാകർമ്മം എന്നാണ് പറയുന്നത്. ആൺ ചേലാകർമ്മം പോലെ തന്നെ ഈ പെൺ ചേലാകർമ്മവും ഉണ്ട്. അത് നമ്മുടെ നാട്ടിലൊന്നും അതത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ല.
മറ്റു രാജ്യങ്ങളിലാണ് ഈ ഒരു പെൺചേലാകർമ്മം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഒപ്പം സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദന ശേഷിയെയും ഇത് ദോഷകരമായി ബാധിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ പല രാജ്യങ്ങളിലും ഈ സ്ത്രീകളുടെ ചേലാകർമ്മം ഒരു കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ക്രിസരിയുടെ അറ്റത്തെ ആ ഭാഗമുണ്ടല്ലോ, അതായത് പുരുഷലിംഗം പോലെയുള്ള ആ ഭാഗം സ്ത്രീയുടെ സ്കിന്ന് കൊണ്ട് കുറച്ച് മൂടിയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് മിക്കവർക്കും ഈ ഈ ക്രിസരി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അത് വലിയ ധാരണയില്ലാത്ത, അതുപോലെ വലിയ ധാരണയില്ലാത്ത പുരുഷന്മാർക്കും അത് തപ്പി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത് ചില സ്ത്രീകളിൽ സ്കിന്നിനുകൊണ്ട് മൂടിക്കിടക്കും. പ്രായം കൂടും തോറും സ്കിന്ന് പുറകിലേക്ക് വളരെ ഈസി ആയിട്ട് മാറുമ്പോൾ ഇത് കുറച്ചുകൂടെ വലിപ്പം വെച്ചതായിട്ട് തോന്നും. കാരണം സ്കിൻ ഈസി ആയിട്ട് പുറത്തോട്ട് മാറുമ്പോൾ ഉള്ളിലെ ക്രിസരി പുറത്തേക്ക് എടുത്തു കാണിക്കുന്നതാണ് കേട്ടോ. അത് ഒരു പ്രായം കഴിയുമ്പോഴത്തേന് ക്രിസരി കൂടുതലായിട്ടും വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസരിയെ കുറിച്ചുള്ള വീഡിയോ. അപ്പം ഈ ചോദിച്ച ആൾക്ക് സംശയങ്ങൾ മാറി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതേക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബർ ലിസ്റ്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.